ഹലോ നമസ്കാരം. ഈ ഓസ്ട്രേലിയൻസൊക്കെ റിട്ടയർഡ് ആകുന്ന 65ാമത്തെ വയസ്സിലാണ്. അവർ റിട്ടയർഡ് ആകുമ്പോൾ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾ ട്രാവൽ പ്ലാനുകൾ, വിദേശ രാജ്യങ്ങൾ കറങ്ങാൻ പോവുക, പിന്നെ ഫാമൊക്കെ, ചെറിയ ഫാമൊക്കെ മേടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷിയും കന്നാലിയൊക്കെ വളർത്തി അവർ ജീവിക്കുക. ഇത് ലാഭത്തിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ, അവരുടെ സന്തോഷത്തിന് വേണ്ടി. നമ്മളൊക്കെ റിട്ടയർഡ് ആവുകയാണെങ്കിൽ 65ാമത്തെ വയസ്സ് വരെ റിട്ടയർഡ് ആകാൻ നോക്കിയിരിക്കരുത്. നമ്മൾ 55ാമത്തെ വയസ്സ് റിട്ടയർഡ് ആണ്. കാരണം ഈ ഓസ്ട്രേലിയൻസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഏജ് എന്ന് പറയുന്നത് 85 വയസ്സ് വരെയാണ്. നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് ഒരു 65 വയസ്സിൽ കൂടുതൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകത്തില്ല. നമ്മുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് ഒരു 85 ആയിരിക്കും. അപ്പം നമ്മളൊരു 55 റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ 10 വർഷക്കാലം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളുണ്ടാക്കിയ പൈസ കൊണ്ട്, അതിന് നല്ല ശതമാനം കൊണ്ട് വിദേശ രാജ്യങ്ങൾ കറങ്ങുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ റിട്ടയർമെൻറ്റിൽ നമ്മുടെ ജീവിതം വളരെ ദുരിതമായിരിക്കും. നമ്മുടെ പേരൻസൊക്കെ അവർക്ക് പല കാര്യങ്ങളുണ്ട്, അവരുടെ കസിൻസ് ഉണ്ട്, അവരുടെ ഫാമിലിയിൽപ്പെട്ടവർ, അങ്ങനെ പല പല പിന്നെ പെരുന്നാളുകൾ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ ഇരിക്കുക, അത്രയും അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ പുറത്തിറങ്ങി നടക്കുക. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ സിഡ്നി താമസിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു പേരപ്പൻ ഉണ്ടായിരുന്നു, ഏഷ്യനാ. ആ പേരപ്പനും പേരമ്മയും രാവിലെ വൈകിട്ട് മറ്റേ റോട്ടിൽ കൂടെ നടക്കും, അല്ല ഒന്നും ചെയ്യാനില്ല. കാരണം 10 സെൻറ്റ് സ്ഥലം ഒരു വീടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഷോപ്പിങ്ങിന് പോകും, തിരിച്ചു വരും. മക്കളൊക്കെ വല്ലപ്പോഴും വന്ന് കണ്ടെങ്കിലേ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. പക്ഷേ നമ്മൾ ചെറിയ ഫാമുകളും നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിലേ ഒരു 10 ഏക്കർ സ്ഥലമൊക്കെ അല്ലെങ്കിൽ 5 ഏക്കർ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കൃഷി ചെയ്യുക, കുറച്ച് ആട് വളർത്തുക, ഒരു പശുവിനെ വളർത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ. പിന്നെ ഒരു 55 വയസ്സ് നമ്മൾ റിട്ടയർഡ് ആകണം. ഇത് പറയുമ്പോൾ പല ആളുകളും ഒക്കെ ഒരു പേടിയാവും, കാരണം അവർക്ക് 55 വയസ്സൊക്കെ ആയതുകൊണ്ടേ. ഇതിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാട്ടോ. എൻ്റെ ഈ പ്രൊജക്റ്റ് പോലും ഒരു റിട്ടയർമെൻറ്റ് പ്ലാനാണ്. ഞാൻ റിട്ടയർഡ് ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം. എനിക്ക് ആ സമയത്ത് വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ മക്കളൊന്നും നമ്മളെ കാണാനൊന്നും വരാൻ പോകുന്നില്ല. അത് പിന്നെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നടക്കാനൊക്കെ പറ്റും. നമ്മൾ അന്ന് വരെ ഹെൽത്തി ആയിരിക്കുമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ അതിന് മുമ്പേ നമ്മൾ തട്ടിപ്പോയിരിക്കും. പക്ഷേ എന്നാലും നമ്മളൊരു എന്താ പറയുക, പ്രായമാകുമ്പോൾ നമുക്കൊരു കരുതൽ വേണമല്ലോ. ഒരു വീടേ ഉള്ളെങ്കിൽ ആ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് 10 സെൻറ്റ് സ്ഥലം ഒരു വീട് കാണത്തുള്ളൂ. ആ വീടിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഒരു മനുഷ്യൻ കാണാൻ വരാനില്ല, പ്രത്യേകിച്ച് ഒരിടത്ത് പോകാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ജീവിതമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ ഇവിടെ ചില ഫിലിപ്പിനോ ചേച്ചിമാരൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ 85 വയസ്സ് വരെ അങ്ങ് വർക്ക് ചെയ്യുക, ജോലിക്ക് പോവുക. ആർക്കാണ്ട് പേർ ജോലി ചെയ്യുന്നു, ഈ പൈസ ആര് കൊണ്ടുപോകുന്നു പോലും നമ്മൾ അറിയില്ല. പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത പൈസയല്ലേ, അത് മക്കൾക്ക് ചുമ്മാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. അവർ പണിയെടുത്ത് ജീവിച്ചോട്ടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ എൻ്റെ പേരൻസിന് തന്നിട്ടില്ല, ഞാൻ സ്വന്തം പണിയെടുത്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിന്, എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുന്നില്ല. എനിക്കുണ്ട്, ഞാൻ പോകാൻ നേരത്തെ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഫാമൊക്കെ നടത്തുമ്പോൾ നഷ്ടമല്ലേ, ഇതിലും ഭേദം സിഡ്നിയിലൊക്കെ ഒരു വീട് മേടിച്ചിടുമല്ലേ, അല്ലെങ്കിൽ ബ്രിസ്ബെയിനിൽ ഒരു വീട് മേടിച്ച്. ശരിയായിരിക്കും, അത് നമുക്ക് കൂടുതൽ ലാഭം കിട്ടും, പക്ഷേ ഒന്നും ചെയ്യാനുണ്ടാവില്ല. എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന് സന്തോഷപരമായ ലാഭമില്ല. സന്തോഷം വേണമല്ലോ. നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അതിപ്പം മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ആർക്കും വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ കാഴ്ചപ്പാടാട്ടോ. അപ്പം നിങ്ങൾ 10-50 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ആകാനുള്ള പ്ലാനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊള്ളാവുന്നൊരു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമൊക്കെ അങ്ങ് സെലക്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യുക. ഫാം നടത്തണം എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കുക. ഈ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയില്ലേ ഒരു വിഷയമില്ല. ഇവർ വിദേശത്തൊക്കെ അല്ലേ, ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രായമാകുമ്പോൾ ഏജ്ഡുകാരെ നോക്കുന്നത്, നമ്മളെ അല്ലാതെ നമ്മുടെ മക്കളല്ല നോക്കുന്നത്. അതുകൊണ്ട് മക്കളെക്കുറിച്ചും ബോധേടാണ്ട് ആവശ്യമൊന്നുമില്ല, അവർ ജീവിച്ചോളും. ഓക്കെ, അല്ലാതെ മക്കൾക്ക് വേണ്ടിയോ കരുതി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. എൻജോയ് അവർ ലൈഫ് ഈസ് വൺസ്. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, നമ്മളത് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓക്കെ, എന്നാൽ ബൈ.